ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല സമയം ഈ ദേശത്ത് കടന്നു വരുവാനും നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുവാനും ദൈവം സഹായിച്ച കൃപയോർത്ത് നന്ദി പറയുന്നു. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വരവും അന്ത്യകാല സംഭവങ്ങളുമാണ്. ബൈബിൾ സത്യമാണ്, ആരെയും മതം മാറ്റുന്നില്ല. ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയല്ല. ദൈവവചനം ആത്മാവാണ്, വചനം ദൈവമാണ്. ചിലരുടെ ചിന്തകൾ പോലെയല്ല. ദൈവവചനം മറിച്ച് എല്ലാവരെയും സ്നേഹിക്കുകയും സന്തോഷവും സമാധാനവും നൽകി നല്ല സ്വഭാവമുള്ളവരായി മാറ്റി മാനസാന്തരത്തിലേക്ക് മാറ്റാൻ കഴിവുള്ളതാണ് ദൈവവചനം. യോഹന്നാൻ 1:1 നാം ഇങ്ങനെ കാണുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളും എന്തെല്ലാം രോഗങ്ങളും കടഭാരങ്ങളും പ്രതിസന്ധികളും നമ്മൾ തകർന്നു പോകും എന്ന് തോന്നുമ്പോഴും നമ്മുടെ എല്ലാ വ്യാകുലങ്ങളെയും തകർത്തു കളയാൻ കഴിവുള്ളതാണ് ദൈവവചനം. യിരെമ്യാവ് 23:29 നാം ഇങ്ങനെ കാണുന്നു: എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ ഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നടക്കുന്നതുമായ സംഭവങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹഗായി 2:6 നാം ഇങ്ങനെ കാണുന്നു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറെ കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും, ഞാൻ സകല ജാതികളെയും ഇളക്കും. സെരുബാബേലിൻ മുൻപിലെ പർവ്വതമേ, നീ സമഭൂമിയായിടും നിശ്ചയമേ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലെന്ന്. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലെന്ന്. സെരുബാബേലിൻ മുൻപിലെ പർവ്വതമേ, കർമ്മേലിൻ മലമുകളിൽ എലിയാവെ പോലെ ഞാൻ. കർമ്മേലിൻ മലമുകളിൽ എലിയാവെ പോലെ ഞാൻ. ആത്മശക്തിയാലെ പ്രാർത്ഥിച്ചിടുമ്പോൾ തീ കൊണ്ടു തരമരുളിടുമേ. ആത്മശക്തിയാലെ പ്രാർത്ഥിച്ചിടുമ്പോൾ തീ കൊണ്ടു തരമരുളിടുമേ. സെരുബാബേലിൻ മുൻപിലെ പർവ്വതമേ, നീ സമഭൂമിയായിടും നിശ്ചയമേ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലെന്ന്. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലെന്ന്. സെരുബാബേലിൻ മുൻപിലെ പർവ്വതമേ, നീ സമഭൂമിയായിടും നിശ്ചയമേ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലെന്ന്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതിനു മുമ്പേ നമ്മൾ യേശു കർത്താവിനെ അറിയുകയും അനുസരിക്കുകയും ചെയ്യണം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ഇനി നടക്കാൻ പോകുന്ന സമയം അടുത്തിരിക്കുന്നു. അതിനു മുമ്പേ നമ്മൾ ഒരുങ്ങുക. അപ്പോസ്തല പ്രവൃത്തികൾ 2:19-21 നാം ഇങ്ങനെ കാണുന്നു: ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയിലും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. യോവേൽ 2:31 നാം ഇങ്ങനെ കാണുന്നു: ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവ് യേശുവിലല്ലാതെ വേറെ ഒരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവുമില്ല. അതുകൊണ്ട് യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക, അവനിൽ ആശ്രയിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 നാം ഇങ്ങനെ കാണുക: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവുമില്ല. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാന നാളുകളിൽ സ്വർലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന ഒരേ ഒരു നാമം യേശുവിന്റെ നാമമാണ്.
അല്ല എല്ലാ നാവും യേശു കർത്താവ് എന്ന് ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരുന്ന വിശുദ്ധ ബൈബിളിൽ പറയുന്നതാണ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരേപോലെ പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പിയർ 2:10-11 നാം ഇങ്ങനെ കാണുന്നു. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.